ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രജിസ്ട്രേഷൻ്റെ ഫങ്ഷണാലിറ്റീസ് ചെയ്തല്ലേ. ഇനി നമുക്ക് ലോഗിൻ്റെ ഫങ്ഷണാലിറ്റീസ് എഴുതാം. സോ അതിനായിട്ട് ലോഗിൻ ഡോട്ട് HTML എന്ന് പറയുന്നൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ഒരു ഫോം റേസ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ കൊടുത്ത സെയിം സാധനം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം രണ്ട് ഇൻപുട്ട് ഫീൽഡാണ് ഇവിടെ കൊടുക്കുന്നത്. കാരണം നമുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസറിൻ്റെ ഇമെയിലും പാസ്വേഡാണ് വാങ്ങിക്കേണ്ടത്. അതേപോലെ ഇവിടെ നൈം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇമെയിലും പാസ്വേഡും കൊടുക്കുന്നുണ്ട്. ഇനി ഫോമിന് എന്ത് ചെയ്യണം? നമുക്ക് ആക്ഷൻ സെറ്റ് ചെയ്യണം അല്ലേ? സോ ആക്ഷൻ ഈസ് ഈക്വൽ ടു സ്ലാഷ് ലോഗിൻ എന്ന് പറയുന്ന ഒരു ആക്ഷനിലാണ് ലോഗിൻ മെത്തേഡ് എല്ലാം പെർഫോം ചെയ്യേണ്ടത്. അതേപോലെ മെത്തേഡ് എന്ന് പറയുന്നത് പോസ്റ്റ് കൊടുക്കാം. നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ ഏതോടോ യൂസ് ചെയ്യാം. സോ ഫ്രണ്ട് എൻഡ് കഴിഞ്ഞു. ദെൻ നമ്മൾ വീണ്ടും ഓത്ത് കൺട്രോളർ എന്നാണ് കൺട്രോളറിൽ വരുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡയറക്റ്റ് ഇവിടെ ഒരു പേജ് ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്തല്ലേ. സോ അത് നമുക്ക് ഇനി മാറ്റണം. കാരണം ഈ ഒരു കേസിൽ ഞാൻ അതൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഡയറക്റ്റ് നമ്മളൊരു പേജ് ഒരു ഫങ്ഷണാലിറ്റി കഴിഞ്ഞതിന് ശേഷം ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത്, അതായത് ഇവിടെ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പേജിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് പുതിയൊരു റെക്കോർഡ് ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ലോഗിൻ പേജ് വന്നു. കാരണം ഇപ്പോൾ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ലോഗിൻ പേജ് വന്നത്. പക്ഷെ മുകളിലത്തെ URL കണ്ടോ സ്ലാഷ് രജിസ്റ്ററിലാണ് കിടക്കുന്നത്. അതായത് ഈ ഫംഗ്ഷനിൽ നിന്ന് ഈ ഫംഗ്ഷൻ പെർഫോം ചെയ്തിട്ട് ഒരു പേജ് ഡിസ്പ്ലേ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ URL ചേഞ്ച് ചെയ്തിട്ടില്ല. ഈ ഒരു URL ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ എന്ന് പറയുന്നത് സ്ലാഷ് ലോഗിൻ എന്ന് കൊടുക്കുമ്പോഴാണ് ഈ ലോഗിൻ പേജ് കാണിക്കേണ്ടതല്ലേ. സോ ഇതിപ്പോൾ സ്ലാഷ് രജിസ്റ്ററിൽ തന്നെ ഒരു പേജ് ഓവർ റൈറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഇൻ കേസ് യൂസർ ഇവിടെ പേജ് എങ്ങാനും റീഫ്രഷ് ചെയ്താൽ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത രജിസ്റ്റർ പേജ് ആയിരിക്കും വരുന്നത്. കാരണം എന്താ? രജിസ്റ്റർ എന്ന് പറയുന്ന ഗെറ്റ് മെത്തേഡിനകത്ത് രജിസ്റ്റർ എന്ന് പറയുന്ന പേജ് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗെറ്റ് മാപ്പിംഗ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. പബ്ലിക് സ്ട്രിംഗ് ഷോ ലോഗിൻ പേജ്. നമുക്കിത് കൺസോൾ ഒന്ന് മിനിമൈസ് ചെയ്യാം. ഷോ ലോഗിൻ പേജ് റിട്ടേൺ നമ്മുടെ ലോഗിൻ എന്ന് പറയുന്ന പേജ്. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫങ്ഷനാലിറ്റി ഓക്കെ ആണെങ്കിൽ, യൂസർ ഒരു ഡേറ്റ സ്റ്റോർ ആയെങ്കിൽ റീഡയറക്റ്റഡ് ടു സ്ലാഷ് ലോഗിൻ. സോ ഇങ്ങനെയുള്ള കേസ്, ഈ ഒരു കേസിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഈ പേജ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പുതിയൊരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, പുതിയൊരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ സ്ലാഷ് ലോഗിൻ എന്ന് പറയുന്ന URL-ലോട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. സോ URL ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാകുമ്പോൾ റീഫ്രഷ് ചെയ്താലും നമുക്ക് ഈ ഒരു ലോഗിൻ പേജ് തന്നെ കിട്ടും. സോ ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ, നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ID ഡാറ്റാബേസിൽ ഓൾറെഡി പ്രസന്റ് ആണോ. അതായത് നമ്മളുടെ ഡാറ്റാബേസിൽ ഇപ്പോൾ 3 റെക്കോർഡുകളായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് യൂസർ ഡാറ്റയ്ക്കകത്ത്. സോ ഈ പറഞ്ഞ ഏതെങ്കിലും ഇമെയിൽ IDയും പാസ്വേഡും രണ്ടും മാച്ച്ഡ് ആണെങ്കിൽ മാത്രം ലോഗിൻ സക്സസ് ആവുക. ഇല്ലെങ്കിൽ രണ്ടും ഈക്വൽ അല്ലെങ്കിൽ ഒരു എറർ മെസ്സേജ് കാണിക്കുക. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ലോഗിൻ എന്ന് പറയുന്ന ഓക്കെ, തൽക്കാലം നമുക്ക് ടെർമിനൽ ക്ലോസ് ചെയ്യാം, ടോംകാറ്റ് ക്ലോസ് ചെയ്യാം. ലോഗിൻ എന്ന് പറയുന്നതിൽ പോസ്റ്റ് മെത്തേഡിൽ സ്ലാഷ് ലോഗിൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ കേട്ടോ, അതിനൊന്നും ഒരു പ്രശ്നമല്ല. ഇത് രണ്ടും സെയിം ആവണമെന്നൊരു നിർബന്ധമില്ല. സോ ഇവിടെ അറ്റ് പോസ്റ്റ് മാപ്പിംഗ് സ്ലാഷ് ലോഗിൻ എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു. പബ്ലിക് സ്ട്രിംഗിൽ തന്നെ കൊടുക്കും, സ്ട്രിംഗ് ലോഗിൻ യൂസർ. ഇനി ഫ്രണ്ട് എൻഡിൽ നിന്ന് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യണം അല്ലേ. അതിന് എന്താ യൂസ് ചെയ്യുന്ന റിക്വസ്റ്റ് പാരാം, കാരണം പോസ്റ്റ് മെത്തേഡിലാണ്.
സ്ട്രിംഗ് അവിടെ എന്തൊക്കെ ഫീൽഡാ കൊടുത്തിട്ടുള്ളത്? ഇമെയിലും പാസ്വേഡും മാത്രമേ ഉള്ളൂ. റിക്വസ്റ്റ് സ്ട്രിംഗ് പാസ്വേഡ്. ആക്ച്വലി നമ്മൾ ഇവിടെ ഫ്രണ്ട് എൻഡിൽ ഈ നൈം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂസ് തന്നെ അവിടെയും കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തു. ഡേറ്റ കളക്ട് ചെയ്തെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ട് റെക്കോർഡും നമുക്ക് എവിടെ പാസ് ചെയ്യണം? നമ്മളെ സർവീസിനകത്തോട്ട് പാസ് ചെയ്യണമല്ലേ. നമ്മുടെ സർവീസ് ആണ് നമുക്കൊരു സ്ട്രിങ് റിട്ടേൺ ചെയ്യുന്നത്, യൂസർ സക്സസ് ആണോ അല്ലേ എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഡീറ്റെയിൽസ് നമുക്ക് ഒരു യൂസർ ഡേറ്റ എന്ന് പറയുന്ന ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് പാസ് ചെയ്യാം. സോ ഇങ്ങനെയും പാസ് ചെയ്യാം, അല്ലാതെ ഈ രണ്ട് വേരിയബിൾ ഡയറക്റ്റ് ആയിട്ടും പാസ് ചെയ്യാം. സോ ഇന്നത്തെ കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്യുന്ന പഠിക്കല്ലേ. സോ യൂസർ ഒബ്ജക്റ്റ് ഡേറ്റ സെറ്റ് ചെയ്ത് പാസ് ചെയ്യുന്നത് നമ്മൾ മുകളിൽ കാണിച്ചില്ലേ, അപ്പൊ മറ്റേ മെത്തേഡ് കൂടി പഠിക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സർവീസിനകത്ത് വരുന്നു, ഒരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. പബ്ലിക് സ്ട്രിംഗ് ലോഗിൻ. സോ ഇത് രണ്ട് വാല്യൂസ് ആയിരിക്കും കളക്ട് ചെയ്യുന്ന, ഇമെയിലും പാസ്വേഡും. അത് രണ്ടും സ്ട്രിങ്ങിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇമെയിൽ വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമ്മുടെ റെക്കോർഡിൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഡേറ്റ, നമ്മുടെ ഡേറ്റാ ബേസിൽ ഇങ്ങനെ ഒരു യൂസർ ആൾറെഡി പ്രസന്റ് ആണോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കാം. സോ അതിനായിട്ട് നമ്മൾ ഈ ഒരു JPA റെപ്പോസിറ്ററി ഓപ്പൺ ചെയ്യുക. user.jpa റെപ്പോസിറ്ററി എന്ന് പറയുന്നതിനകത്ത് ഫൈൻഡ് ബൈ എന്ന് പറയുന്ന ഇതാക്കണ്ടോ, ഫൈൻഡ് ബൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫൈൻഡ് ബൈ ID. ഫൈൻഡ് ബൈ ID കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ID വെച്ചിട്ടായിരിക്കും ഡേറ്റ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഡേറ്റാബേസിനകത്ത് ഈ പറഞ്ഞ ഒന്നെന്ന് പറയുന്ന യൂസറിൽ പ്രജിൻ എന്ന് പറയുന്ന റെക്കോർഡാണ് കിടക്കുന്നത്. സോ ഫൈൻഡ് ID by 1 കൊടുത്താൽ ഈ റെക്കോർഡ് എനിക്ക് കിട്ടും. പക്ഷെ നമുക്കിവിടെ ഫെച്ച് ചെയ്യേണ്ടത് എന്താണ്? ഇമെയിൽ ID വെച്ചിട്ടാണ് അല്ലേ. അതായത് സെലക്ട് സ്റ്റാർ ഫ്രം യൂസർ ഡേറ്റ വെയർ ഇമെയിൽ ഈസ് ഈക്വൽ ടു ഒരു ഫീൽഡാണ് നമ്മൾ SQL query ആയിട്ട് കൊടുക്കേണ്ടത്. സോ അത് സിംപ്ലിഫൈ ആക്കാൻ വേണ്ടി ഫൈൻഡ് ബൈ എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഏതിലുണ്ട്? JPA റെപ്പോസിറ്ററിയിലുണ്ട്. ബട്ട് ഫൈൻഡ് ബൈ എന്ന് പറയുന്ന ഇവിടെ ഫൈൻഡ് ബൈ ID കൊടുത്താൽ ID വെച്ച് കണ്ടുപിടിക്കും. സോ നമ്മളുടെ യൂസർ ഡേറ്റ എന്ന് പറയുന്ന ടേബിളിനകത്ത് ഇമെയിൽ ആണുള്ളത് അല്ലേ. ഇമെയിൽ വെച്ചിട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇമെയിൽ എന്ന് പറയുന്ന കോളം. സോ ഫൈൻഡ് ബൈ നമ്മുടെ ഇമെയിലിൽ എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോളത്തിന്റെ പേര്, ആ കോളത്തിന്റെ പേര് കൊടുത്താൽ മതി. സോ ഇവിടുത്തെ കേസിൽ നമ്മൾ ഇമെയിൽ എന്ന് പറയുന്നതാണ് കൊടുത്തേക്കുന്നത്. അവിടെ എല്ലാം സ്മോൾ ലെറ്റർ ആയിരുന്നു. ബട്ട് ഇവിടുത്തെ കേസിൽ വരുമ്പം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയി കൊടുക്കും. സോ ഫൈൻഡ് ഇമെയിൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്യാം. അത് എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? നമ്മുടെ യൂസർ ഡേറ്റ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. സോ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഫൈൻഡ് ബൈ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇമെയിൽ വെച്ചിട്ട് നമ്മുടെ ഡേറ്റാബേസിൽ ഒരു ഡേറ്റ പ്രസന്റ് ആണോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കും. സോ ഇത് യൂസർ റെപ്പോസിറ്ററിയിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓത്ത് സർവീസിനകത്ത് വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ആൾറെഡി തന്നിരിക്കുന്ന ഡേറ്റ ഉണ്ടല്ലോ, അങ്ങനെ അതിൽ യൂസർ ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടെ രണ്ട് രീതിയിൽ കൊടുക്കാം. യൂസർ ഡേറ്റ എന്നും പറഞ്ഞ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു റെക്കോർഡും കൊടുക്കാം. സോ നമുക്ക് ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കാം. ഓപ്ഷണൽ ബ്രാക്കറ്റിനകത്ത് യൂസർ ഡേറ്റ ടൈപ്പ്. ഓപ്ഷണൽ ഇമ്പോർട്ട് ചെയ്യാൻ പറയും, അത് ഇമ്പോർട്ട് ചെയ്യുക. യൂട്ടിൽ ക്ലാസ്. ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിൽ ID വെച്ചിട്ട് ഡേറ്റാബേസിൽ ഡേറ്റ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ആ ഡേറ്റ പാസ് ചെയ്യും. ഇൻ കേസ് ഡേറ്റ ഇല്ലെങ്കിൽ നൾ വാല്യൂ പാസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്ഷണൽ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അറേ ലിസ്റ്റിനകത്ത് കുറെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അതേപോലെ ഓപ്ഷനിനകത്ത് കുറെ ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഈസ് പ്രസന്റ് ആണോ ഈസ് എംറ്റി ആണോ എന്ന് വെച്ച് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഓപ്ഷനിൽ കൊടുത്തത്. ഓപ്ഷനിലും കൊടുക്കാം, യൂസർ ഡേറ്റ മാത്രം കൊടുത്താലും മതി. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാണ് ഓപ്ഷണൽ യൂസർ ഡേറ്റ. നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് വാങ്ങിക്കണം എന്താണ്
ഓക്കെ, ഓപ്ഷനിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറയുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ സർവീസ് ലെയറിനകത്ത് റെപ്പോസിറ്ററിക്ക് അകത്തുള്ള നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷനെയാണ് വിളിക്കുന്നത്. ഫൈൻഡ് ബൈ ഇമെയിൽ. ഇവിടെ പാസ് ചെയ്യുന്ന ഇമെയിൽ പാസ് ചെയ്യുന്നു. സോ ഇത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയലിനകത്ത് SQL ഓട്ടോമാറ്റിക്കലായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതായത് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം വേർ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി. അങ്ങനെ ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ റിസൾട്ടിനകത്ത് ഡേറ്റ എല്ലാം പ്രസന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറയുന്ന ഇമെയിൽ ഐ ഡി ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ എല്ലാ റെക്കോർഡും ലഭിക്കും. ആ ഒരു ഓപ്ഷണൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു വേരിയബിളിനകത്ത് കിട്ടും. ഇനി ഞാൻ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയിൽ ഒരു ഡേറ്റ നമ്മുടെ ഡേറ്റാബേസിൽ പ്രസന്റ് അല്ല എങ്കിൽ നൾ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. സോ ഈ ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഈ നൾ പോയിന്റർ എക്സെപ്ഷൻ എന്ന് പറയുന്ന കുറേ എറേഴ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി നമ്മൾ ചെക്ക് ചെയ്യും ഇഫ് റിസൾട്ട് ഡോട്ട് പ്രസന്റ് ആണോ, അതായത് അങ്ങനെ ഒരു വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യണേ. അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇഫ് റിസൾട്ട് എന്ന് പറയുന്ന വാല്യൂ, അതായത് ഒന്നുകിൽ ഇത് നള്ളായിരിക്കും അല്ലെങ്കിൽ ഇതിനകത്തൊരു വാല്യൂ കാണും. ഡോട്ട് ഈസ് പ്രസന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നള്ളല്ലാതെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആൻഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന റിസൾട്ട് ഡോട്ട് ഗെറ്റ്, ഈ റിസൾട്ട് ഡോട്ട് ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ റിസൾട്ടിനകത്തുള്ള എല്ലാ വാല്യൂസിനെയും ഗെറ്റ് ചെയ്തെടുക്കുന്നത്. ഇമെയിലിനെയും പാസ്വേഡ് ഒക്കെ ഗെറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം ആൻഡ് റിസൾട്ട് ഡോട്ട് ഗെറ്റ് പാസ്വേഡ്. അതായത് ഇതിനർത്ഥം എന്ന് പറയുന്നത് റിസൾട്ടിനകത്ത്, അതായത് ഡേറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്ത ഡേറ്റ എടുക്കുക, അതാണ് ഗെറ്റ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള പാസ്വേഡ് കളക്ട് ചെയ്യുക. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു യൂസർ ഡേറ്റ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് റിസൾട്ട് ഡോട്ട് ഗെറ്റ് ഇവിടെ കൊടുത്താലും മതി. സോ ഈ റിസൾട്ട് ഗെറ്റ് എന്ന് പറയുന്ന ഡേറ്റ ഏത് യൂസർ ഡേറ്റയ്ക്കകത്ത് സ്റ്റോർ ആവും. ദെൻ നമുക്ക് ഇത് അത്രയും റിമൂവ് ചെയ്തിട്ട് ന്യൂ യൂസർ ഡോട്ട് ഗെറ്റ് പാസ്വേഡ് ഡോട്ട് ഈക്വൽസ് നമ്മൾ കൊടുക്കുന്ന, അതായത് യൂസർ പാസ് ചെയ്ത, അതായത് യൂസർ ഫ്രണ്ട് എൻഡിൽ ടൈപ്പ് ചെയ്ത പാസ്വേഡ്, അതായത് ഈ പാസ്വേഡ് ആയിട്ട് മാച്ചിങ് ആണോ എന്ന് നോക്കണം. അതായത് റിസൾട്ട് എന്ന് പറയുന്നത് ആൾറെഡി പ്രസന്റും ആയിരിക്കണം. അതായത് ഈ റിസൾട്ട് എന്ന് പറയുന്ന എംറ്റിയും ആവരുത്. നമ്മളിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ട് വന്ന ഡേറ്റയ്ക്കകത്തുള്ള പാസ്വേഡും ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന പാസ്വേഡും ഈക്വൽ ആണെങ്കിൽ മാത്രം റിട്ടേൺ ചെയ്യുക ലോഗിൻ സക്സസ്. ഇനി നമുക്ക് ഓക്കെ എന്ന് പറയുന്ന ഒരു മെസ്സേജ് റിട്ടേൺ ചെയ്യാം. കാരണം ഇവിടെ സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. എൽസ് റിട്ടേൺ ഫെയിൽ എന്നും പറഞ്ഞ് നമുക്ക് പാസ് ചെയ്യാം. ഓക്കെ, ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഓത്ത് കൺട്രോളറിൽ വേണം ഇനി ഇതിനെ ഹാൻഡിൽ ചെയ്യാനല്ലേ. അപ്പം ഈസ് പ്രസന്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ഫംഗ്ഷൻ വേണം കൊടുക്കാൻ കേട്ടോ. ഇത് നമ്മൾ അപ്പുറത്ത് ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് കുറച്ചും കൂടി ഫംഗ്ഷനാലിറ്റി മനസ്സിലാവുന്ന റെസ്റ്റ് ഒക്കെ പഠിക്കുന്ന സമയത്താണ്. ഇതൊന്നുകൂടി പറഞ്ഞുതരാം. ഓപ്ഷണൽ എന്ന് പറയുന്ന ഡേറ്റയിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ വെച്ചിട്ട് ഡേറ്റ ഉണ്ടോ ഇല്ലയെന്ന് നോക്കും. ഡോട്ട് ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിനകത്തുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കളക്ട് ചെയ്യുന്ന ഡേറ്റ ഒരു ഒബ്ജക്റ്റിലോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്റ്റിനകത്ത് കിടക്കുന്ന, അതായത് ഡേറ്റാബേസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒബ്ജക്റ്റിനകത്തുള്ള പാസ്വേഡും നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് കൊടുക്കുന്ന ഈ പാസ്വേഡും ഈക്വൽ ആണെങ്കിൽ ഓക്കെ എന്ന് തിരിച്ച് റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫെയിൽ എന്നും പറഞ്ഞ് റിട്ടേൺ ചെയ്യും. ഇനി നമ്മൾ ഓത്ത് കൺട്രോളറിൽ വരുന്നു. നമ്മൾ ആ സർവീസ് ഇവിടെ വിളിക്കുന്നു. സോ സർവീസ് എന്താണ്? ഓത്ത് സർവീസ് അല്ലേ. സോ ഓത്ത് സർവീസ് ഡോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ ലോഗിൻ യൂസർ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും സേവ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതൊരു സ്ട്രിങ് ആയിട്ട് വായിക്കുമല്ലേ, സ്ട്രിങ് റിസൾട്ട്. അതായത് അവിടെ നിന്ന് ഒരു സ്ട്രിങ് ആയിട്ടല്ല റിട്ടേൺ ചെയ്യുന്നത്, രണ്ട് സ്ട്രിങ് ഉണ്ട്, ഓക്കെയും ഫെയിലും. ഇനി നമ്മൾ ഇതൊരു ഇഫിനകത്ത് ചെക്ക് ചെയ്യും. എന്ത് ചെക്ക് ചെയ്യും? ഇഫ് റിസൾട്ട് ഈക്വൽസ് നമ്മളിവിടെ കൊടുത്ത എന്താണ് ഓക്കെ, അപ്പോൾ അത് അതേ കണക്കം കോപ്പി ചെയ്യാം. ഓക്കെ ആണോ? സോ റിസൾട്ട് ഓക്കെ, അതായത് ഈ റിസൾട്ട് ഈക്വൽ ആയിട്ട് മാച്ച് ആണെങ്കിൽ
റിട്ടേൺ ഇവിടെ ഒരു റീഡയറക്റ്റ് കൊടുക്കണം. സോ ഓക്കെ ആണെങ്കിൽ നമുക്കൊരു ഹോം പേജിലോട്ടാണ് പോകേണ്ടത് അല്ലേ? സോ അതുകൊണ്ട് നമുക്കിവിടെ ഒരു HTML ഹോം പേജ് ക്രിയേറ്റ് ചെയ്യാം. സോ ഒരു പുതിയ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് നമുക്ക് യൂസർ ഹോം എന്ന് കൊടുക്കാം. കാരണം അഡ്മിന് ഒരു ഹോം പേജ് വേണം, യൂസറിന് ഒരു ഹോം പേജ് വേണം. അതുകൊണ്ട് യൂസർ ഹോം എന്ന് കൊടുക്കുന്നു. ഇവിടെ ഫിനിഷ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു H1 കൊടുക്കാം. വെൽക്കം ടു യൂസർ ഹോം പേജ്. ഓക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യണം? ഈ പറയുന്ന യൂസർ ഹോമിലോട്ട് റീഡയറക്റ്റ് ചെയ്യണം. സോ ആ പേജിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഗെറ്റ് മാപ്പിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു. അല്ലാതെ ഇവിടെ ഡയറക്റ്റ് റിട്ടേൺ കൊടുത്താൽ നമുക്ക് നേരത്തെ വന്നതുപോലത്തെ URL ഇഷ്യൂ വരും. നമ്മൾ നേരത്തെ JSON കേസിൽ കണ്ടില്ലേ? അതേപോലെ നമുക്ക് ഇവിടെ കൊടുക്കാം user/home എന്ന് പറയുന്ന ഒരു എൻഡ് പോയിന്റ് കൊടുക്കാം. Then public string show user home page. Then return നമ്മൾ ക്രിയേറ്റ് ചെയ്ത HTML പേര് അല്ലെ, യൂസർ. സോ ഇവിടെ രണ്ട് പാത്ത് നമ്മൾ കൊടുക്കുന്നു. സോ ഇവിടെ റിട്ടേൺ ടു റീഡയറക്റ്റ് നമ്മൾ ഈ പറഞ്ഞ പാത്ത്. ഓക്കെ, ഇനി അല്ല എങ്കിൽ എൽസ് കണ്ടീഷനിലാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊരു എറർ മെസ്സേജ് അവിടെ കാണിക്കണം അല്ലേ? സോ എറർ മെസ്സേജ്, അതായത് ബാക്ക് എൻഡിൽ നിന്ന്, ഫ്രണ്ട് എൻഡിൽ നിന്ന് നമുക്ക് ഡേറ്റ എടുക്കാനായിട്ട് റിക്വസ്റ്റ് വരാൻ കൊടുക്കും. അതേപോലെ ബാക്ക് എൻഡിൽ നിന്നും ഓക്കെ നമ്മളെ ജാവ കോഡ് നിന്നും, അതായത് ബാക്ക് എൻഡിൽ നിന്നും ഒരു മെസ്സേജ് ഫ്രണ്ട് എൻഡിലോട്ട് പോകണമെങ്കിൽ, മെസ്സേജോ സ്ട്രിങ്ങോ എന്തോ പോകണമെങ്കിൽ നമ്മൾ മോഡൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. മോഡൽ എന്ന് പറയുന്നത് സ്പ്രിംഗ് ബൂട്ടിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്നതാണ്. സോ അത് എവിടെ പാസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ലോഗിൻ എന്ന് പറയുന്ന ഈ ആർഗ്യുമെന്റ് ആദ്യം മോഡൽ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് കൊടുക്കും. ദെൻ മോഡൽ ഇമ്പോർട്ട് ചെയ്യണം. മോഡൽ ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും UI-യിൽ നിന്നുള്ള മോഡൽ വേണം ഇമ്പോർട്ട് ചെയ്യാൻ. ഇവിടെ രണ്ട് മോഡൽ വരുന്നുണ്ട്. ലോഗ് ബാക്ക് ഡോട്ട് കോർ മോഡലും വരുന്നുണ്ട്, സ്പ്രിംഗ് ഫ്രെയിംവർക്ക് ഡോട്ട് UI ഉണ്ട്. സ്പ്രിംഗ് ഫ്രെയിംവർക്ക് ഡോട്ട് UIയുടെ മോഡൽ തന്നെ സെലക്ട് ചെയ്യുക. ദെൻ റിട്ടേണിന് മുമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡലിന്റെ ഒബ്ജക്റ്റ്, അതായത് ഈ മോഡൽ സ്മോൾ മോഡൽ ഡോട്ട് ആഡ് ആട്രിബ്യൂട്ട്. ഓക്കെ, ആഡ് ആട്രിബ്യൂട്ടിനകത്ത് നമ്മൾ ആദ്യം ഒരു മെസ്സേജ് കൊടുക്കും, എറർ. സോ ഈ എറർ എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡിൽ കോൾ ചെയ്യാനാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുക്കും മെസ്സേജ് കൊടുക്കും ഇൻവാലിഡ് ഇമെയിൽ ഐ ഡി ഓർ പാസ്വേഡ്. ഓക്കെ, ശേഷം റിട്ടേൺ ടു, ഇവിടെ തന്നെ റിട്ടേൺ ചെയ്യാം. നമുക്ക് ഈ പറയുന്ന ലോഗിൻ പേജിലോട്ട് തന്നെ റിട്ടേൺ ചെയ്യാം അല്ലേ? സോ റീഡയറക്റ്റ് ടു ലോഗിൻ പേജ്. ഓക്കെ, ഇനി നമുക്ക് ഈ എറർ മെസ്സേജ് അവിടെ കാണിക്കണമല്ലേ? അതിനുവേണ്ടി ഇവിടെ സിൻകോട്ടില്ല. അതിനുവേണ്ടി നമ്മൾ ലോഗിൻ പേജ് വരുന്നു. ലോഗിൻ പേജിനകത്ത് ഓക്കെ ഇവിടെ ഒരു പി ടാഗ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിനൊരു ഐ ഡി സെറ്റ് ചെയ്യുന്നു. ഒരു പി ടാഗ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ പി ടാഗിൽ വേണം നമ്മളെ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. സോ നമ്മൾ ടൈം ലീഫ് എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? സോ ടൈം ലീഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടോ ഇല്ലേ എന്ന് ഈ ഒരു അതായത് HTML പേജിനെ ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഇവിടെ നിന്ന് ഒരു എറർ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. എന്ത് ആട്രിബ്യൂട്ടിൽ? എറർ എന്ന് പറയുന്ന പേരിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. ആ മെസ്സേജ് എന്താണ്? ഇൻവാലിഡ് ID എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ ഈ ഒരു പി ടാഗ് ആക്റ്റീവ് ആവണം. ഇല്ലെങ്കിൽ എന്താണ് ഈ ടാഗ് കാണിക്കണ്ട. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തീം ലീഫ് ഇവിടെ അപ്ലൈ ആണ്. തീം ലീഫാണ് TH എന്ന് പറയുന്ന കോളായിട്ടാണ് നമ്മൾ ആക്റ്റീവ് ചെയ്യുന്നത്. TH ടെക്സ്റ്റ് ഈക്വൽ ടു ഡോളർ സിമ്പിൾ
ദെൻ നമ്മളെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത ആ ഒരു പേര്, അതായത് ഇവിടെ എന്താണ് എറർ അല്ലേ, ഈ എറർ എന്ന് പറയുന്ന സാധനം പേസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതിനർത്ഥം എന്ന് പറയുന്നത് ഓക്കെ, ഇവിടെ ഒരു ഫംഗ്ഷൻ കൂടി ഇതാ, ഇഫ് കണ്ടീഷൻ, ഇഫ് എറർ. ഓക്കെ, സോ ഇത് മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. എറർ എന്ന് പറയുന്ന ഇതിനകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ, സോ ആ എറർ എന്ന് പറയുന്ന ഈ മെസ്സേജിനകത്ത് എപ്പോൾ മാത്രമേ വാല്യൂ വരത്തുള്ളൂ? ലോഗിൻ ഫെയിൽ ആകുമ്പോൾ മാത്രമേ വാല്യൂ വരത്തുള്ളൂ അല്ലേ? സോ അങ്ങനെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ മെസ്സേജ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പി ടാഗിനകത്ത് റെൻഡർ ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി റെൻഡർ ആവും. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ചെക്ക് ചെയ്താണ് തീം ലീഫ്. നമ്മൾ ഇനി നെക്സ്റ്റ് അപ്കമിങ് വീഡിയോസിലൊക്കെ തീം ലീഫ് വെച്ച് നമ്മളിങ്ങനെ ഫോർ ലൂപ്പ് ഒക്കെ ഇതിനകത്ത് റൈറ്റ് ചെയ്യും. HTML-നകത്ത് ജാവയെ പോലെ ഫോർ ഈച്ച് ഒക്കെ വെച്ചിട്ട് ഒരു അറേ ലിസ്റ്റ് ഒക്കെ മാപ്പ് ചെയ്യും. സോ ആ സമയത്ത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ നമ്മൾ ഒരു മെയിൻ ആപ്ലിക്കേഷൻ വീണ്ടും റൺ ചെയ്യുന്നു. ഓക്കെ, ടോംകാറ്റ് സെർവർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു റെക്കോർഡ് എടുക്കാം. ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. then നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ഒന്ന് റീഫ്രഷ് ചെയ്യുന്നു, ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു, പാസ്വേഡും കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ആ ലോഗിൻ സക്സസ് ആയി. ലോഗിൻ സക്സസ് ആയതുകൊണ്ടാണ് ഹോം പേജിലോട്ട്, യൂസർ ഹോം പേജിലോട്ട് റീഡയറക്ട് ചെയ്ത്. ഇവിടെ URL-ഉം ചേഞ്ച് ആയി. ഇനി ഞാൻ ബാക്ക് പോയിട്ട് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ക്രെഡൻഷ്യൽസ് കൊടുത്തു നോക്കാം. സോ പാസ്വേഡ് ഞാൻ തെറ്റിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് അടിക്കുന്ന സമയത്ത് ആ ഡേറ്റ് ഇവിടെ വന്നിട്ടില്ല അല്ലേ? ഓക്കെ, നമുക്കത് ചെക്ക് ചെയ്യാം. സോ ആക്ച്വലി ആ ഒരു വാല്യൂ ഡിസ്പ്ലേ ആവാത്ത എന്താന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, സോ എറർ എന്ന് പറയുന്നത് നമ്മൾ റീഡയറക്റ്റ് കൊടുക്കുന്നതുകൊണ്ടാണ്. ആക്ച്വലി നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ വന്നാലും നമുക്ക് വേറൊരു പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യണ്ടല്ലോ. പകരം ഇപ്പോൾ നിൽക്കുന്ന /login എന്ന് പറയുന്ന ആ പേജ് തന്നെ റെൻഡർ ചെയ്താൽ മതിയല്ലേ. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ റീഡയറക്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം ആ പേജ് തന്നെ റെൻഡർ ചെയ്താൽ മതി. മീൻസ് നമ്മളിപ്പോൾ ഒരു തെറ്റായിട്ടുള്ള പാസ്വേഡ് കൊടുത്താലും ഈ URL ചേഞ്ച് ആവുന്നില്ല. സോ ഈ URL ചേഞ്ച് ആയി വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? റീഡയറക്റ്റ് കൊടുത്താൽ മതി. സോ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇപ്പൊ നിൽക്കുന്നത്, കറന്റ് നിൽക്കുന്നത് /register എന്ന് പറയുന്നതായിരുന്നു രജിസ്ട്രേഷന്റെ കേസിൽ. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ /login-ലോട്ടാണ് കൊടുക്കേണ്ടത് അല്ലേ, വേറെ പേജിലോട്ടായിരുന്നു മാറ്റേണ്ടത്. അതുകൊണ്ടാണ് റീഡയറക്റ്റ് കൊടുത്തത്. ബട്ട് ഇവിടുത്തെ കേസിൽ ഒരു പേജിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു, അവിടെ എന്തെങ്കിലും എറർ വന്നാൽ വേറെ പേജിലോട്ട് പോകേണ്ട ആവശ്യമില്ല, ആ പേജിൽ തന്നെ എറർ കാണിച്ചാൽ മതിയായിരുന്നല്ലേ. സോ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ലോഗിൻ എന്ന് മാത്രം കൊടുത്താൽ മതി, റീഡയറക്റ്റ് കൊടുക്കില്ല, പേജ് തന്നെ റിട്ടേൺ ചെയ്താൽ മതി. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നു. ഞാൻ ഫസ്റ്റ് ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു, പാസ്വേഡ് തെറ്റിച്ച് കൊടുക്കുന്നു, സബ്മിറ്റ് അടിക്കുന്ന സമയത്ത് കണ്ടോ ഇൻവാലിഡ് ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് ഇവിടെ കാണാം. അത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ലോഗിൻ എന്ന് പറയുന്ന പേജിനകത്ത് നമുക്ക് ഈ ഒരു പിക്കകത്ത് ഒരു ക്ലാസ് ഒക്കെ കൊടുക്കാം. ക്ലാസ് എറർ എന്ന് പറയുന്ന ഒരു ക്ലാസ് കൊടുത്തിട്ട് നമ്മൾ CSS-നകത്ത് പോയി ഒന്ന് എഡിറ്റ് ചെയ്യാം. ഇതും കൂടി ആഡ് ചെയ്യാം. ലൈക്ക് ഡോട്ട് ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഒക്കെ ഇട്ട് നമുക്ക് റൺ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കുറച്ചും കൂടി ഒറിജിനാലിറ്റി വരും അല്ലേ. ഓക്കെ, പാസ്വേഡ് തെറ്റിച്ച് കൊടുക്കുന്നു, സബ്മിറ്റ് അടിക്കുന്നുണ്ട്. ഇൻവാലിഡ് പാസ്വേഡ്. ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് കളറാണ് കൊടുത്തത്, ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് ടെക്സ്റ്റിന്റെ കളേഴ്സ് കൊടുക്കാനാണ്, പക്ഷെ ഇത് കൊള്ളാം. ഇൻവാലിഡ് ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്ന് പറയുന്നത് കാണിക്കും. ജസ്റ്റ് URL റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് അത് പോകും. ആക്ച്വലി നേരെയുള്ള റെക്കോർഡ് നമുക്ക് വേറെ റെക്കോർഡ് കൊടുത്ത് നോക്കാം. ഈ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, ശരിയായിട്ടുള്ളത് കൊടുക്കുമ്പോൾ യൂസർ പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് പോകും. തെറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇൻവാലിഡ് ഇമെയിൽ ഐ ഡി പാസ്വേഡ് കാണിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ടാസ്ക് അല്ലേ, ഫസ്റ്റ് മൊഡ്യൂളിൽ യൂസ് ചെയ്യാനുള്ള ടാസ്ക് എന്ന് പറയും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അഡ്മിൻ്റെ
കേസ് വരുമ്പോൾ അഡ്മിൻ ലോഗിൻ ഹാർഡ് കോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അഡ്മിൻ്റെ ഫങ്ഷണാലിറ്റി ചെയ്യാം. ഒരു ബുക്ക് ആഡ് ചെയ്യുന്നതും നിലവിൽ ഉള്ള ബുക്കുകളെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നതും അഡ്മിൻ്റെ ഫങ്ഷണാലിറ്റി ചെയ്താൽ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലോഗിൻ മെത്തേഡിനെ മോഡിഫൈ ചെയ്യാനായിട്ട് അല്ലേ, കാരണം ഇത് യൂസർ ലോഗിനാണ്, ഈ അഡ്മിൻ ലോഗിനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.